السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുവാനും നമുക്ക് അവസരം വന്നിരിക്കുകയാണ്. അള്ളാഹു ഈ ഒരു ഇരുത്തം നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാട്ടെ. വളരെ ചെറിയ സമയത്തിനുള്ളിൽ വിശാലമായ ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ സദാസമയങ്ങളിൽ അവനിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ ഗുണവിശേഷണങ്ങളായി അള്ളാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 35-ാമത്തെ ആയത്തിൽ പറയുന്നത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാരെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചും വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത് എന്താണ്? അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അല്ലാഹു ഒരുക്കി വെച്ചത് വമ്പിച്ച പ്രതിഫലമാണ്. അജ്റൻ അളീമ, വലിയ പ്രതിഫലം എന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ അൽ ജന്ന, സ്വർഗം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുന്നിടത്ത് വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും, ധൃതി കൂട്ടുക. ഇങ്ങനെ ഒട്ടേറെ ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ വിശ്വാസികളുടെ ഗുണമായി സൂറത്തുൽ അഹ്സാബിൽ തന്നെ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ഓർക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നത് വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പ്രത്യേകിച്ച് രണ്ട് സമയത്തെ എടുത്തുകൊണ്ട് അല്ലാഹു പറയാണ് ബുക്റതൻ വഅസീല. എന്താണ് ബുക്റത്ത് എന്ന് പറഞ്ഞാൽ? നോക്കൂ, നിങ്ങൾ ഈ രണ്ട് സമയത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ സാധാരണ അദ്കാറുസ് സ്വബാഹ്, അതേപോലെ തന്നെ അദ്കാറുൽ മസാഹ്, രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പൊ ഇവിടെ അസീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സമയം എപ്പോഴാണ്? ബഅദൽ അസ്രി ഇലൽ മഅരിബി, ബഅദൽ അസ്രി ഇലൽ മഅരിബി, അസറിന് ശേഷം മഅരിബ് വരെ പ്രാർത്ഥന ചൊല്ലുന്ന ആ സമയമാണ് ഏറ്റവും അഫ്ളലായത് എന്ന് പറയുന്നത്. ബുക്റ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന ബുക്റ എന്താ? നാളെ, അല്ലേ? എന്നാൽ ഇവിടെ ബുക്റ എന്ന് പറഞ്ഞാൽ ഫജ്ർ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. അപ്പൊ ഈ രണ്ട് സമയങ്ങളിലാണ് കാര്യമായിട്ട് നമ്മൾ പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഇപ്പൊ നമ്മൾ ഓരോ
ക്യാമ്പിലും ഓരോരോ പ്രാർത്ഥനകൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്യാമ്പിൽ പഠിച്ച പ്രാർത്ഥന ആർക്കും ഓർമ്മല്ലേ? സമ്മാനമൊന്നുമില്ല ഏതായാലും ഒരു ഓർമ്മ ഉണ്ട്. പക്ഷെ ഇത് എന്താ അറിയുക, നിങ്ങൾ പലപ്പോഴും പല പ്രാർത്ഥനകളും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്ഥിരമായി നമ്മൾ ചൊല്ലുന്ന പല പ്രാർത്ഥനകളും പല ആളുകളും ചൊല്ലുന്നു. ഇപ്പം ഇന്നത്തെ ഒരു ദിവസം എടുത്ത് പരിശോധിക്കുക. ഇന്ന് രാവിലെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിൽ കുറച്ചെങ്കിലും സാധാരണ നമ്മൾ നമസ്കാര ശേഷമുള്ള ദിക്റുകളും ദുആകളും കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന, ഇപ്പം മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞു, അദ്കാർ സ്വബാഹും കഴിഞ്ഞു, മസാഹും കഴിഞ്ഞു. ഇന്ന് ഈ അദ്കാർ സ്വബാഹും മസാഹും ചൊല്ലിയ ആൾക്കാർ ഒന്ന് കൈയൊന്നിക്കും. സാധാരണ നിസ്കാര ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ല വിഷയം, അത് നമ്മൾ ചെല്ലും. സ്വബാഹ് മസാഹും കഴിഞ്ഞല്ലോ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് വളരെ കുറവാ. ആളുകൾ ഇതിങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ അതേപോലെ ഒരു പ്രാർത്ഥന പഠനം നടത്തി. ഏതാണ്? റുക്കൂലൊരു പ്രാർത്ഥന. നമ്മളൊക്കെ റുക്കൂൽ എന്താ ചെല്ലൽ ഇപ്പോഴും? പുതിയൊരു പ്രാർത്ഥന നമ്മളൊന്ന് പഠിച്ചിരുന്നു. ഏതാ? ആർക്കും ഓർമ്മല്ലേ? അല്ല, അയ്വാ മാഷാ അല്ലാഹ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. അപ്പൊ ഇത് നമ്മൾ ഇടക്ക് മാറ്റി കൊണ്ടുവരണം. നല്ല ഒരു പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിപ്പിക്കുക എന്നുള്ളത് ഇടക്ക് എന്നും നമ്മൾ ആ പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ച അതേ പ്രാർത്ഥന എല്ലാത്തിനും അതന്നെ അത് ചൊല്ലിയ നിസ്കാരം ശരിയാവില്ല എന്നല്ല. പക്ഷേ ഇത് നമ്മൾ പഠിക്കണം എന്തിനാണ്? ഇങ്ങനത്തെ പ്രാർത്ഥനകൾ എന്ത് ചെയ്യുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതായത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിടത്ത് ഇപ്പോൾ ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് ദിക്റുള്ളയാണ്. ഇബാദത്തുകളിൽ നോക്കൂ, ധാരാളമായി ദിക്ർ ചൊല്ലണമെന്ന് ഖുർആനിലുണ്ട്. ദിക്റൻ കസീറ, ധാരാളമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദിക്ർ ചൊല്ലണം എന്ന് ഖുർആൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. എന്നാൽ ധാരാളം നിങ്ങൾ നമസ്കരിക്കണം, ധാരാളം നിങ്ങൾ നോമ്പ് നോൽക്കണം, ധാരാളം നിങ്ങൾ ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം എന്നുണ്ടോ ഖുർആനില്? അതൊക്കെ ഒരു സമയമുണ്ട് അതിന്. പക്ഷേ ദിക്റുകൾ നമുക്ക് ഏത് സമയത്തും ചൊല്ലാം. രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പ്രത്യേകിച്ച് പഠിപ്പിച്ച ദിക്റുകൾ. അല്ലാത്ത സമയത്തൊക്കെ നമ്മളെ നാവിനെ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകളെ ദിക്റുകളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചലിപ്പിക്കാൻ സാധിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കിടക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്കുറുല്ലാഹ അലാ ലികുല്ലി അഹ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയവും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു. എപ്പെങ്കിലും അല്ല, ഇരുത്തത്തിലും നടത്തത്തിലും കടത്തത്തിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും വണ്ടിയിൽ കയറുമ്പോഴും അങ്ങനെ എല്ലാ സമയങ്ങളിലും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പ്രാർത്ഥനകൾ പഠിക്കുന്നത് വെറുതെ ഒരു ടൈം പാസിനല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ എന്ത് ചെയ്യുക? ഓരോ പഠിക്കുന്ന പ്രാർത്ഥനകൾ കഴിയുന്നതും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തി ഓരോ പ്രാർത്ഥനകളും പഠിച്ച് മുന്നോട്ട് പോവുക. ഇന്നത്തെ പ്രാർത്ഥന നോക്കൂ, എല്ലാവരുടെ കയ്യിലുമില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ഇഹത്തിലും പരത്തിലും മാപ്പും സൗഖ്യ ജീവിതവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. ഇത് പഠിക്കാൻ എളുപ്പമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ ഒന്നാമത്തേത്. രണ്ടാമത്തെ ഭാഗം അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ, രണ്ടോ തന്നെ. ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുവേ, എൻ്റെ മതകാര്യത്തിലും
ആലോചിച്ച് ഒരുപാട് വലിയ വിശദീകരിക്കേണ്ട ഓരോ ഭാഗങ്ങളാണ്. പക്ഷെ ഇത് ഞാൻ അർത്ഥം മാത്രം പറഞ്ഞു പോകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. എന്താണ് അഹ്ലും മാലും? പിന്നെ മൂന്നാമത്തത് അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹുവേ, എൻ്റെ ദൗർബല്യങ്ങൾ നീ മറച്ചു വെക്കുകയും അതേപോലെ എൻ്റെ ഭയപ്പാടിൽ നിന്ന് എനിക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ. പിന്നെ പറയുന്നത് എന്താണ്? വഹ്ഫൽനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി. അല്ലാഹുവേ, എൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും മുകളിലൂടെയും എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. പിന്നെ പറയുന്ന വഅഊദു ബിഅളമതിക അൻ ഉഅ്താല മിൻ തഹ്തി. താഴ്ഭാഗത്തിലൂടെ ഭൂമിയിൽ നിന്ന് ഞാൻ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് നിന്റെ അതിമഹത്വം കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. ഇത് അറിയുന്ന ആൾക്കാരുണ്ടാവും, എങ്കിലും നമ്മളിതിൻ്റെ അർത്ഥവും ഇതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, കൂടുതൽ ഇന്ന് പഠിക്കാൻ പറ്റിയ ആളുകൾ ഇന്ന് തന്നെ അറിയാത്ത ചില ആളുകൾ സ്ഥിരമായി ചൊല്ലുന്നതുണ്ട്. എന്നാലും പുതുതായി ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇത് പഠിച്ച് ഇത് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരിക. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും പഠിക്കുന്നത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.